ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, ആരും മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അയ്യപ്പനും മകനും പ്രകൃതിയെ 2 രീതിയിലാണ് സമീപിക്കുന്നത്. നിങ്ങൾ ആരുടെ സമീപനത്തോടാണ് യോജിക്കുന്നത്? എന്തുകൊണ്ട്? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അയ്യപ്പൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹവും അതേപോലെ മകൻ സുരേന്ദ്രൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹവും വ്യത്യസ്ത തലങ്ങളിലാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും ആരുടെ സമീപനത്തോടാണ് യോജിപ്പുണ്ടാവുക? അയ്യപ്പൻ്റെ സമീപനത്തോടാണ്. നമുക്ക് 2 പേരുടെയും കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ് അയ്യപ്പൻ പ്രകൃതിയെ അതിരറ്റ് സ്നേഹിക്കുന്നു. തലമുറകളായി തങ്ങളെ സംരക്ഷിച്ചു പോരുന്ന തറവാട്ടുകാരനവരെ പോലെ തേൻ വരിക്കപ്ലാവിനെ പരിഗണിക്കുന്ന അയ്യപ്പനും അത് വിറ്റാൽ കിട്ടുന്ന പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ സംഘർഷമാണ് ഈ കഥയുടെ കേന്ദ്രം. അപ്പം തേൻവരിക്ക എന്ന പാഠഭാഗത്തുള്ള പ്രധാന ആശയം ഇതാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ് അയ്യപ്പൻ. അതായത് തങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ മുതിർന്ന ഒരു കാരണവരെ പോലെയാണ് തേൻവരിക്ക പ്ലാവിനെ പരിഗണിക്കുന്നത് അയ്യപ്പൻ. എന്നാൽ മകൻ അത് വിറ്റാൽ കിട്ടുന്ന പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അവർ തമ്മിലുള്ള അഭിപ്രായ സംഘർഷമാണ് ഈ കഥയുടെ കേന്ദ്രം. ഒന്നുകൂടി പറയാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ് അയ്യപ്പൻ. തലമുറകളായി തങ്ങളെ സംരക്ഷിച്ചു പോരുന്ന തറവാട്ടുകാരനവരെ പോലെ തേൻവരിക്ക പ്ലാവിനെ പരിഗണിക്കുന്ന അയ്യപ്പനും അത് വിറ്റാൽ കിട്ടുന്ന പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ സംഘർഷമാണ് ഈ കഥയുടെ കേന്ദ്രം. അയ്യപ്പൻ്റെ വിചാരങ്ങളൊക്കെയും പ്ലാവ് എങ്ങനെയാണ് തലമുറകളെ സംരക്ഷിച്ചത് എന്നതിനെ കുറിച്ചാണ്. എന്നാൽ സുരേന്ദ്രനാകട്ടെ മറ്റുള്ളവർ പ്ലാവിന് നൽകുന്ന ആദരവിനെ പുച്ഛത്തോടെ കാണുന്നു. അപ്പോൾ അയ്യപ്പൻ വിചാരിക്കുന്നത് എന്താണ്? പ്ലാവ് എങ്ങനെയാണ് നമ്മുടെ ഇത്രയും കാലം സംരക്ഷിച്ചത്, പ്ലാവ് എന്തെല്ലാം തന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് അയ്യപ്പൻ വിചാരിക്കുന്നത്. എന്നാൽ സുരേന്ദ്രന് ഈ വിചാരമൊന്നുമില്ല. ഈ മറ്റുള്ളവർ ഈ ഒരു തറവാട്ടുകാരനവരെ പോലെ തേൻവരിക്ക പ്ലാവിനെ കാണുന്നത് വളരെ പുച്ഛത്തോടെയാണ് സുരേന്ദ്രൻ കാണുന്നത്. ഒരു പ്ലാവല്ലേ, പോട്ടെ എന്നാണ് അയാളുടെ മനോഭാവം. ആദിമ ജനതയുടെ സ്വാഭാവികവും പ്രകൃതി സൗഹൃദപരവുമായ ജീവിതത്തെയും സമീപനത്തെയും തിരസ്കരിച്ച് നാഗരിക സംസ്കൃതിയിലേക്ക് പോകുന്ന പുതുതലമുറയുടെ വക്താവാണ് സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ എന്താണ്? പുതിയ ജനതയുടെ വക്താവാണ്. അതായത് നഗരത്തിലേക്ക്, നാഗരിക സംസ്കാരത്തിലേക്ക് പോകുന്ന പുതുതലമുറയുടെ വക്താവാണ്. അവിടെ മരങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രകൃതിയോടുള്ള സ്നേഹത്തിനോ വലിയ വില കൽപ്പിക്കാത്ത പുതിയ തലമുറയുടെ വക്താവാണ് സുരേന്ദ്രൻ. ഭക്ഷണവും ശുദ്ധവായും കുടിവെള്ളവും നൽകി പട്ടിണി മാറ്റുന്ന പ്ലാവ് വീട്ടുമുറ്റത്ത് തണൽ വിരിക്കുകയും കിളികൾക്കും അണ്ണാനും ആശ്രയമാവുകയും ചെയ്യുന്നത് അയ്യപ്പൻ ആദരവോടെ കാണുന്നു. ഒരു ചക്കയിടുമ്പോൾ പോലും അയാൾ പ്ലാവിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. പ്രകൃതിയെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ആരാണ്? പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പ്ലാവിൽ നിന്ന് ഒരു ചക്ക വെട്ടുമ്പോൾ പോലും അതിനോട് അനുവാദം ചെയ്ത് ഒരു വീട്ടിലെ മുതിർന്ന കാരണവരെ പോലെ സ്നേഹിച്ച് ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ. സുരേന്ദ്രൻ്റെ ആർത്തിക്ക് മുന്നിൽ അവരുടെ വൃക്ഷസ്നേഹം തോറ്റുപോകുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയ്യപ്പന് പ്രകൃതിയോട് സ്നേഹമാണ്. തേൻവരിക്ക പ്ലാവിനെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് കഴുകുന്നത്. തേൻവരിക്ക പ്ലാവ് കുടുംബത്തിന് ചെയ്ത പല കാര്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട്. എന്നിരുന്നാലും അയ്യപ്പൻ്റെ വാക്കുകളെ സുരേന്ദ്രൻ വകവെക്കുന്നില്ല. സുരേന്ദ്രൻ്റെ ആർത്തിക്ക് മുന്നിൽ അവരുടെ വൃക്ഷസ്നേഹം തോറ്റുപോവുകയാണ്. എന്നാൽ അതിൻ്റെ ദുരന്തഫലം കുടുംബം ഒന്നടങ്കം അനുഭവിക്കുന്നു. ജീവിത സ്രോതസ്സുകളുടെ നഷ്ടവും പകരം സ്രോതസ്സുകൾ ഉണ്ടാവുമെന്ന് സുരേന്ദ്രൻ്റെ പ്രതീക്ഷയുടെ നാശവും മനുഷ്യകുലത്തിനാകെയുള്ള ഒരു പാഠമാണ്. അപ്പോൾ സുരേന്ദ്രൻ ആ പ്ലാവ് പോയാൽ പോട്ടെ, ഇനി നമുക്ക് റബ്ബർ മരം തടാം, എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് റബ്ബർ മരങ്ങൾ വീട്ടിൽ നടുകയാണ്. പക്ഷേ അതിൻ്റെ ഫലം വളരെ കയ്പേറിയതായിരുന്നു. അപ്പോൾ ജീവിത സ്രോതസ്സുകളുടെ നഷ്ടവും പകരം സ്രോതസ്സുകൾ ഉണ്ടാകുമെന്ന് സുരേന്ദ്രൻ്റെ പ്രതീക്ഷയുടെ നാശവും മനുഷ്യകുലത്തിനാകെയുള്ള ഒരു പാഠമാണ്. മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചു പോകും. കുടിനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും എന്ന അയ്യപ്പൻ്റെ വാക്കുകൾ അർത്ഥവത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അയ്യപ്പനെക്കുറിച്ചും സുരേന്ദ്രനെക്കുറിച്ചും നമുക്ക് ആ പാഠഭാഗത്തിൽ പറയാനുള്ളത്. അപ്പോൾ
അയ്യപ്പൻ എന്ന വ്യക്തി പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണ്. എന്നാൽ സുരേന്ദ്രൻ നേരെ വിപരീത സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അയ്യപ്പനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പ്രകൃതിയെ മാനിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തിയാണ് അയ്യപ്പൻ. പണത്തേക്കാൾ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന അയ്യപ്പൻ പ്ലാവ് നശിപ്പിക്കുന്ന മകനെ തലമുറകളുടെ ശത്രുവായി കാണുകയാണ്. അപ്പോൾ അയാൾ പണത്തേക്കാൾ മൂല്യം കൽപ്പിക്കുന്ന എന്തിനാണ്? പ്ലാവിനെയും പ്രകൃതിയെയുമാണ്. എന്നാൽ പ്ലാവ് നശിപ്പിക്കുന്ന മകനെ തലമുറകളുടെ ശത്രുവായി കാണുകയാണ് അയ്യപ്പൻ. അയ്യപ്പനും പ്ലാവും തമ്മിലുള്ള ദൃഢബന്ധത്തിൻ്റെ സൂചനകൾ കഥാരംഭത്തിൽ തന്നെ കാണാം. ചക്കയിടാൻ ചെല്ലുമ്പോൾ അയാൾ പ്ലാവിനോട് അനുവാദം ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, ഇഷ്ടമുള്ളത് മുറിച്ചെടുക്കാം എന്ന് പ്ലാവ് അനുവാദം നൽകുന്നതായി തോന്നുന്നതും ഇതിനുദാഹരണമാണ്. ചക്കയുടെ ഒരംശം പോലും പാഴാക്കാതെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്ന കുടുംബമായിരുന്നു അയ്യപ്പൻ്റേത്. തൻ്റെ മക്കളെ പന്നകാലത്തെ പ്ലാവ് പോറ്റിയത് അയ്യപ്പൻ ഓർക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ലാതിരുന്നിട്ട് മകനെ ഉപദേശിക്കുന്നത് അയ്യപ്പന് പ്ലാവിനോടുള്ള ആത്മബന്ധം കാരണമാണ്. അപ്പോൾ ചക്ക ഇടാൻ പോയ ചക്കയോ പ്ലാവിനോട് അനുവാദം ചോദിക്കും, ഞാനൊരു ചക്ക ഇടട്ടെന്ന്. അപ്പോൾ തേൻവരിക്ക പ്ലാവ് അയ്യപ്പനോട് പറയും, ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് തിരിച്ച് തേൻവരിക്ക പ്ലാവും അയ്യപ്പനോട് കുശലം പറയുകയാണ്. അപ്പോൾ ചക്കയുടെ ഒരംശം പോലും പാഴാകാതെ എല്ലാം ഉപയോഗിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമായിരുന്നു അയ്യപ്പൻ്റേത്. തൻ്റെ ദാരിദ്ര്യകാലത്ത് പ്ലാവ് പോറ്റിയത് അയ്യപ്പൻ ഓർക്കുകയാണ്. എന്നാലും അയാൾക്കൊരു പ്രതീക്ഷയില്ല. മകൻ അയാളുടെ ഉപദേശങ്ങളൊന്നും വകവയ്ക്കില്ല എന്നറിഞ്ഞിട്ട് കൂടിയും അയാൾ സുരേന്ദ്രനോട് പറയുകയാണ്. എന്നാൽ പ്ലാവിൻ്റെ നാശം തടയാനാവുമെന്ന പ്രതീക്ഷ അവസാനം വരെ അയാൾക്കുണ്ടായിരുന്നു. മുറിക്കപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന പ്ലാവ് അതിൽ സങ്കടപ്പെടുന്നതായി അയ്യപ്പൻ സങ്കല്പിക്കുന്നു. നിർവേദാവസ്ഥയിലുള്ള പ്ലാവിൽ അയ്യപ്പൻ ആരോപിക്കുന്ന ദുഃഖഭാവം യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ തന്നെ ദുഃഖത്തിൻ്റെ പ്രകടനമാണ്. ഒടുവിൽ പ്ലാവ് ഇല്ലാതാവുന്നത് ഉൾക്കൊള്ളാനാവാൻ അയ്യപ്പൻ യാത്രയാവുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. മതിലേരി കഞ്ഞിയുടെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും പ്രധാന ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അതൊരു വെറുതെ ആവില്ല. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ആശയങ്ങൾ തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാഹചര്യം ആവശ്യപ്പെട്ടപ്പോൾ പടനായരായി മാറാൻ ധൈര്യം മതിലേരി കന്നി കുടുംബത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെയും രക്ഷകയായി മാറുന്നു. പാഠഭാഗത്തെ ആസ്പദമാക്കി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പോൾ ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. വീരാങ്കനന്മാരുടെ കഥ പറയുന്ന വടക്കം പാട്ട് വിഭാഗത്തിൽപ്പെടുന്നതാണ് മതിലേരി കന്നി. ഓക്കെ, ഭർത്താവായ വേണാട്ട് തമ്പുരാനോട് മതിലേരി കന്നിക്കുള്ള സാത്വികമായ സ്നേഹമാണ് പാട്ടിൻ്റെ പ്രമേയം. വേണാലച്ഛനെ കുറിച്ച് 3 കൊല്ലമായി അറിവൊന്നുമില്ലെന്ന് പിതാവിനോട് പറയുന്ന കന്നി തൻ്റെ ഭർത്താവ് ഇക്കാലം അത്രയും യുദ്ധക്കളത്തിലാണെന്ന വിവരം അപ്രതീക്ഷിതമായി അറിയുന്നു. അച്ഛൻ്റെ വിവരണം കേട്ട് മനസ്സ് നന്ന കന്നി ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിക്കുന്നു. ആ സമയം വേണാട്ടു രാജൻ്റെ ദൂതൻ എഴുത്തോലയുമായി അവിടെ എത്തുകയും എഴുത്തോല വായിച്ച് മതിലേരി കന്നി തൻ്റെ ഭർത്താവിൻ്റെ പ്രാണം പോലും അപായപ്പെടാനിടയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ നാടുവാഴി തെളിഞ്ഞാലേ ഞാൻ തെളിയൂ, നാടുവാഴി ജീവിച്ചിരുന്നാലേ ഞാൻ ജീവിച്ചിരിക്കൂ എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. തുടർന്ന് അച്ഛനോട് അനുവാദം ചോദിച്ച് കന്നി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇവിടെ ഏറ്റവും അപകടകരമായ വഴിയാണ് കന്നി തിരഞ്ഞെടുക്കുന്നത്. ഭർത്താവിനോടുള്ള സ്നേഹമാണ് അതിനുള്ള പ്രേരണയാകുന്നത്. കൂടാതെ കന്നിയുടെ രാജ്യസ്നേഹവും ഇതിൽ കാണാനാകും. ഇവിടെ കന്നി നേരിട്ടത് നിർണായകമായ പ്രതിസന്ധിയാണ്. ഓടനാടും പാണ്ടിപ്പടയും വേണാടിനെ ആക്രമിക്കുന്നു. തമ്പുരാൻ പണനായരില്ലാതെ വിഷമിക്കുന്നു. പ്രാണം പോലും അപകടത്തിലാണ്. കന്നിക്ക് അടവും തൊഴിലും അറിയാം. തമ്പുരാനെ തെറ്റിദ്ധരിച്ച കന്നിക്ക് മാനസിക സംഘർഷം രൂക്ഷമാണ്. പക്ഷേ പെണ്ണുങ്ങൾ പട നയിക്കാറില്ല. തമ്പുരാന് അതിനിഷ്ടവും ആവുകയില്ല. കന്നിക്ക് മനപ്രയാസം ഉണ്ടാകരുതെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധത്തിൽ ആണെന്ന വിവരം പോലും അറിയിക്കാതിരുന്നത് അതുകൊണ്ടാണ്. തമ്പുരാൻ പടക്കളത്തിലായിരിക്കെ താൻ പട്ടുവിരിക്കട്ടലിൽ കഴിയുന്നത് ശരിയല്ല എന്ന് കന്നി ചിന്തിക്കുന്നു. പട നയിച്ച് തമ്പുരാനെയും അടവും തൊഴിലും പടനില ചന്തവും പഠിപ്പിച്ച അച്ഛൻ തന്നെ പണിക്കരാക്കിയ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പെണ്ണായി കഴിയേണ്ടിടത്ത് പെണ്ണായിരിക്കാനും ആണായി മാറേണ്ടിടത്ത് അങ്ങനെ പെരുമാറാനും പഠിപ്പിച്ചതിനെക്കുറിച്ചുള്ള അച്ഛനുള്ള പരാമർശം അച്ഛനുള്ള അംഗീകാരമാണ്. അതോടൊപ്പം പടനായരായി പോകുന്നതിനുള്ള ന്യായവുമാണ്. പൗരുഷം ആവശ്യപ്പെടുന്ന പടനായക പദവി തന്നെ നിയോഗിച്ചാൽ പടപൊരുതി എതിരാളിയെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നോളാമെന്ന് അവൾ ഉറപ്പുകൊടുക്കുന്നു. ശാക്തീകരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതിനിധിയായി പുതിയ കാലത്ത് മതിലേരി കന്നിയെ കാണാം.
അപ്പോൾ മതിലേരി കന്നി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ വായിച്ചത്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടും എഴുതാം. അപ്പോൾ മതിലേരി കന്നിയെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ 4 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു പാഠഭാഗത്തിലെ പ്രധാന ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. സാക്ഷി. ഉമ പ്രധാന കഥാപാത്രമായി വരുന്ന സാക്ഷി എന്ന നോവലിലെ പ്രധാന ആശയം ഉൾക്കൊള്ളുന്ന ചോദ്യം നോക്കാം. അവർ പുറത്ത് തന്നെ ഈ തൂണും ചാരിയിരിക്കുന്നു. ദിവസങ്ങളോളം ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം ഇരിപ്പ് ഉറയ്ക്കുന്ന ഒരു ഇരിപ്പിടം ഇതിനകം അവർ സ്വയം കണ്ടെത്തിയിരിക്കുന്നു. ഉമ നേരിടുന്ന പ്രശ്നങ്ങളുടെ തീവ്രത വ്യക്തമാക്കാൻ ഈ വാക്യം ഉതകുന്നുണ്ടോ? വിശകലനം ചെയ്യുക. നിരവധി പേരുടെ മുന്നിൽ വെച്ച് നിയമാനുസൃതം വിവാഹിതയായവളാണ് ഉമ. നിരവധി പേരുടെ മുന്നിൽ വെച്ച് നിയമപ്രകാരം വിവാഹിതയായവളാണ് ഉമ. എന്നാൽ ഒടുവിൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധവയെ പോലെ ജീവിക്കേണ്ടി വരുന്നു അവൾക്ക്. എന്നാൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, എന്നാൽ ഭർത്താവില്ലാത്ത അവസ്ഥയിലാണ് ഉമയുടെ ജീവിതം ഇപ്പോൾ. മറ്റൊരു വിവാഹം കഴിക്കണമെന്ന പരമേശ്വരൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നതിനാൽ അവളുമായി വിവാഹബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുകയാണ് ഭർത്താവ് പരമേശ്വരൻ. അപ്പോൾ ഭർത്താവ് പരമേശ്വരൻ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കണം. അതിന് ഉമ സമ്മതിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്ന പരമേശ്വരൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നതിനാൽ പരമേശ്വരൻ എന്തു പറയുകയാണ്? ഉമയുമായി വിവാഹബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുകയാണ്. വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് വില്ലേജ് ഓഫീസിലെത്തി ദിവസങ്ങളോളം കാത്തിരുന്ന് നിരാശയായി തീർന്ന ഉമയുടെ അനുഭവമാണ് സാക്ഷി എന്ന കഥയിലെ പ്രതിപാദ്യം. ഭർത്താവായ പരമേശ്വരൻ കുടുംബ കോടതി ഉമയുമായി വിവാഹം നടന്നിട്ടില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഉമയ്ക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരൂ. അപ്പോൾ ഇവിടെ ഒരു കല്യാണമേ നടന്നിട്ടില്ല എന്ന് ഭർത്താവ് കോടതിയിൽ വാദിക്കുകയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി തെളിവാണ് ആവശ്യം. അതിന് വിവാഹ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമയ്ക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരും. 5-6 ദിവസമായി ഓഫീസിൻ്റെ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. ദിവസങ്ങളോളം ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം ഇരിപ്പ് ഉറയ്ക്കുന്ന ഒരു ഇരിപ്പിടം അവർ കണ്ടെത്തി എന്ന കഥാകൃത്തിൻ്റെ വാക്യം ഉമ നേരിടുന്ന പ്രശ്നങ്ങളുടെ തീവ്രതയാണ് വ്യക്തമാക്കുന്നത്. ഉമയുടെ അസ്വസ്ഥമായ കുടുംബ ജീവിതമാണിവിടെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ഇരുപ്പുറയ്ക്കുന്ന ഒരു ഇരിപ്പിടം അവൾ കണ്ടെത്തി എന്ന് പറയുന്നതിലൂടെ ഇനിയും നീളാനിടയുള്ള ഉമയുടെ കാത്തിരിപ്പിൻ്റെ സൂചന. അപ്പോൾ ഇരിപ്പുറയ്ക്കുന്ന ഒരു ഇരിപ്പിടം കണ്ടെത്തി എന്നതിൽ വേറൊരു സൂചന കൂടിയുണ്ട്. ഇനിയും ഈ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരുമെന്നുള്ളൊരു സൂചന കഥാകൃത്ത് നൽകുകയാണ്. മാത്രമല്ല മറ്റൊരാശ്രയവുമില്ലാത്ത ഉമയുടെ നിസ്സഹായാവസ്ഥയും കാര്യം സാധിച്ചേ മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യവും ഇവിടെ സൂചിതമാകുന്നു. അപ്പോൾ ഇരിപ്പിടയ്ക്കുക എന്ന ഈ ഒരു വാക്യത്തിലൂടെ ഒരുപാട് ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്നാമത് ഇനിയും ഒരുപാട് കാത്തിരിപ്പുണ്ടാവും. പിന്നെ ഉമ്മയുടെ നിസ്സഹായാവസ്ഥ, ഈ ഇരിപ്പിടത്തിൽ ഇങ്ങനെ ദിവസങ്ങളോളം വന്ന് ഇരിക്കാന്നല്ലാണ്ട് വേറൊരു അവസ്ഥയും ഉമയ്ക്കില്ല. പിന്നെ എന്നിരുന്നാലും കാര്യം സാധിച്ചേ മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യവും ഉമയ്ക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ജീവിതം കരിയില പോലെ പാറുന്നു, വേരോടി ഉറച്ചതുപോലെ അവർ അനങ്ങാതിരുന്നു, തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. നമ്മുടെ സാക്ഷി എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ, കുറച്ച് വേർഡിങ്സാണ്, വാക്യങ്ങളാണ്. ഇത്തരം പ്രയോഗങ്ങൾ സന്ദർഭത്തിന് എത്രമാത്രം യോജിക്കുന്നു എന്ന് വിലയിരുത്തക്കുറിപ്പ് തയ്യാറാക്കാനാണ് 4 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്, ചിലപ്പോൾ 6 മാർക്കിനും വരാം. അപ്പോൾ ജീവിതം കരിയില പോലെ പാറുന്നു, പിന്നെന്താ പറയുന്നത്, വേരോടി ഉറച്ചതുപോലെ അവർ അനങ്ങാതിരുന്നു, തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. ഈ 3 വാക്യങ്ങളിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ 3 വാക്യങ്ങളുടെ കഥാകൃത്ത് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഉമയുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം എഴുതാം? വിലയിരുത്തക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? കരിയില പോലെ പാറിപ്പറന്നു നടക്കുന്നു എന്നുള്ള വാക്യം. അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്? അതിൽ ഉൾപ്പെട്ട ആശയം എന്താണ്? ഉണങ്ങിയതും ഭാരമില്ലാത്തതുമായ കരിയില പോലെയാണ് ആശ്രയം നഷ്ടപ്പെട്ട ഉമയുടെ ജീവിതം. കരിയില എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഭാരമില്ല, ഉണങ്ങിയതാണ്. അതേപോലെ തന്നെയാണ് ഉമയുടെ ജീവിതവും. അതായത് ചെറിയ കാറ്റിൽ പോലും ആടി ഉലയുന്ന, പാറിപ്പറക്കുന്ന കരിയില പോലെയാണ് ജീവിത പ്രശ്നങ്ങളാകുന്ന കാറ്റിൽ ആടി ഉലയുകയാണ് ഉമ.
അപ്പോൾ കരയിലെയും ഉമയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? കരയിലെ ഉണങ്ങിയതാണ്, ഭാരമില്ലതാണ്. അതേപോലെ തന്നെ ചെറിയ കാറ്റിൽ പോലും ആടി ഉലയുന്ന, ചെറിയൊരു ജീവിത പ്രശ്നത്തിൽ പോലും ആടി ഉലയുന്ന, ജീവിത പ്രശ്നമാകുന്ന കാറ്റിൽ ആടി ഉലയുകയാണ് ഉമ. ഓക്കെ. സന്തോഷം നഷ്ടപ്പെട്ട അവർ സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തതുപോലെ ഉണങ്ങി ഓജസ്സറ്റിരിക്കുന്നു. കരിയില പോലെ ഉണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന രേഖ അവർക്ക് വേണം. അതിനുവേണ്ടി അവരിങ്ങനെ ദിവസങ്ങളോളം ഓഫീസ് അലയുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ സിറിഞ്ച് വെച്ച് വലിച്ചെടുത്ത പോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ ഉണങ്ങി വറ്റി വരണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ഓജസ്സും തേജസ്സും ഒക്കെ പോയിട്ടുണ്ട്. അതാണ് സന്തോഷം നഷ്ടപ്പെട്ട അവർ സിറിഞ്ച് വെച്ച് വലിച്ചതുപോലെ ഉണങ്ങി ഓജസ്സറ്റിരിക്കുന്നു. ഉമ്മയുടെ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും അനിശ്ചിതാവസ്ഥയുമാണ് വേരോടി ഉറച്ചത് എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സൗര്യസഞ്ചാരം കാക്ഷിക്കുന്ന മൃഗത്തെ കൂട്ടിലടിച്ചാൽ അത് അനുഭവിക്കുന്ന അസ്വസ്ഥതയാണ് നീതിയും സ്നേഹവും നഷ്ടപ്പെട്ട ഉമ്മയുടെ മാനസിക ഭാവത്തിൽ പ്രകടമാകുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളോളം അലയുകയും ഒടുവിൽ രജിസ്റ്റർ കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് മാരേജ് രേഖപ്പെടുത്തിയ രണ്ട് ഏടുകൾ മാത്രം ആസൂത്രിതമായി നശിപ്പിക്കുകയും ചെയ്ത് സത്യം അറിയുന്ന സന്ദർഭത്തിൽ ഉമ്മയ്ക്കുണ്ടാവുന്ന നീതി നിഷേധത്തിൻ്റെ ആത്മരോഷം വ്യക്തമാകുന്നതിനായി കഥാകൃതി ഉപയോഗിക്കുന്ന തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം എന്ന വിശേഷണം ഔചിത്യപൂർണ്ണമാണ്. കഥയ്ക്ക് ഏറ്റവും യോജിച്ചത് തന്നെ. എന്താണ് ഇവിടെ നടക്കുന്നത്? മാരേജ് സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളോളം അലയുകയാണ് പാവം ഉമ. ഒടുവിൽ രജിസ്റ്റർ കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് ഉമയുടെ വിവാഹം നടത്തിയ ആ 2 പേജുകൾ മാത്രം ആരോ അടർത്തിയെടുത്തിരിക്കുന്നു. അപ്പോൾ ആ സത്യം അറിയുന്ന സന്ദർഭത്തിൽ ഉമയ്ക്കുണ്ടാവുന്ന ആ നീതി നിഷേധത്തിൻ്റെ ആത്മരോഷം വ്യക്തമാക്കുന്നതിന് കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. നമ്മൾ സാക്ഷി എന്ന കഥയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളാണ്. 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 2 ടാക്സിക്കാർ എന്ന കഥയുടെ ആശയം വെളിവാക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതിനായി 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു: ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സും. ചെയ്യുന്ന തൊഴിലിനോടുള്ള 2 ടാക്സിക്കാരുടെ മനോഭാവം അപഗ്രഥിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാവും. ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിത്യചൈതന്യയതി പരിചയപ്പെട്ട 2 ടാക്സിക്കാർ, അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു: ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സും. അപ്പോൾ ജീവിതത്തെ അന്യോന്യം തുണയ്ക്കാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തത്. 2 ടാക്സിക്കാരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഇത് അപഗ്രഥിച്ച് എഴുതാനാണ്. ജീവിത പാഠങ്ങൾ നമ്മെ ശുദ്ധരാക്കുകയും മനസ്സുകളെ സങ്കുചിതത്തിൽ നിന്ന് മോചിപ്പിച്ച് ഉദാര മാനവികതയുടെ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. നിത്യചൈതന്യയതിയുടെ ഈ ഓർമ്മക്കുറിപ്പുകൾ നിസ്സാരരെന്ന് കരുതിയവർ മഹാന്മാരും മഹാന്മാരെന്ന് കരുതിയവർ നിസ്സാരരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്രതീക്ഷിതമായ ഭാഗത്തു നിന്ന് സഹായം ലഭിക്കുകയും താങ്ങാവുമെന്ന് കരുതിയവർ കൈയൊഴിയുകയും ചെയ്യുന്നതാണ് ജീവിതം. യതി അവതരിപ്പിക്കുന്ന 2 അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചവയാണ്. ദാമോദർ ഗാവങ്കർ എന്ന MA വിദ്യാർത്ഥികൾ ഇമ്മാനുവൽ കാന്റിൻ്റെ തത്വചിന്ത പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഡ്രൈവറായ കർത്താർ സിംഗ് ഇടപെടുകയും യതിക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതിരുന്ന ആശയം അനായാസം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കർത്താർ സിംഗിൻ്റെ ആത്മാർപ്പണവും അമ്മയോടുള്ള ഈശ്വരതുല്യമായ ആദരവും യതിയെ അത്ഭുതപ്പെടുത്തി. കർത്താർ സിംഗിനെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ യതിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും വർദ്ധിച്ചു. വിവാഹം പോലും വെടിഞ്ഞ് അമ്മയിൽ ആത്മാർപ്പണം നടത്തി ജീവിക്കുന്ന ദാർശനികനായ ആ ടാക്സി ഡ്രൈവർ ആദരണീയനാണ്. ഈ സ്വഭാവദാഢ്യം തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണെന്നും ലേഖകൻ തിരിച്ചറിയുന്നു. ഡൽഹിയിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ള യാത്ര മധ്യേ വാരണാസിയിൽ ഇറങ്ങിയപ്പോൾ സാധനങ്ങൾ തീവണ്ടിയിൽ നഷ്ടപ്പെട്ടു. നിസ്സഹായനായ യതിയെ സഹായിക്കാനായി എത്തിയ രാം ഗോപാൽ മിശ്ര എന്ന ടാക്സി ഡ്രൈവറും സാധനങ്ങൾ സംരക്ഷിച്ച് യതിയുടെ അടുക്കൽ കൊണ്ടുചെന്ന നല്ലവനായ വെയിറ്ററും യതിയുടെ മനസ്സിൽ എക്കാലവും പ്രകാശം പരത്തി ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരും അന്യരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ് ഇവിടെ കർത്താർ സിംഗും രാം ഗോപാൽ
രാംഗോപാൽ മിശ്രയും. അപ്പോൾ ചെയ്യുന്ന തൊഴിലിനോട് അവർക്ക് ആത്മാർത്ഥതയുണ്ട്, അവർ സത്യസന്ധരാണ്, അന്യരെ സഹായിക്കുന്നവർ, അവർ സന്തോഷം കണ്ടെത്തുന്നവരാണ്. ഇതാണ് കർത്താർ സിംഗിൻ്റെയും രാംഗോപാൽ മിശ്രയുടെയും സാമ്യതകൾ. എന്തൊക്കെയാണ്? തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധതയുണ്ട്, അന്യരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. എല്ലാം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് യതിയെ ആശ്വസിപ്പിച്ച് എത്തേണ്ടിടത്ത് എത്തിച്ച് ആഹാരം നൽകി കൂടെ നിന്ന് രാംഗോപാൽ മിശ്ര ഒടുവിൽ കൂട്ടിരുന്ന് തീവണ്ടി കയറ്റി അയച്ച്. രാംഗോപാൽ മിശ്ര സത്യസന്ധതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകളാണ്. ഇനി നമുക്ക് കാളകൾ എന്ന പാഠഭാഗത്തിലൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടറ്റത്ത് വണ്ടി കയ്യിലിരിപ്പ് കൂനിക്കൂടി. വണ്ടിക്കാരനെ മറ്റൊരു വണ്ടിക്കാള എന്ന് വിളിക്കാൻ കാരണം എന്ത്? ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാത്ത ഒരു വിഭാഗം എക്കാലത്തുമുണ്ട്. ജനിച്ചതു മുതൽ മരണഭയം പിന്തുടരുന്നുവെങ്കിലും ക്ഷണനേരം പോലും കാൽപതറാതെ ജീവിതഭാരം കയറ്റിയ വണ്ടിയെ വലിക്കുകയാണ് സാധുവായ തൊഴിലാളി. പ്രതികരണശേഷി അറ്റ് മിണ്ടാപ്രാണിയായി തീരേണ്ടി വരുന്ന മനുഷ്യൻ്റെ ദുര്യോഗം ഇവിടെ വെളിവാകുന്നു. തോളത്ത് കനം തൂങ്ങുന്ന വണ്ടിയുടെ തണ്ടും വഹിച്ച് കാളുകൾ ഇഴഞ്ഞു നീങ്ങുന്നു. ദുഃഖഭാരത്താൽ തല നിവർത്താൻ കഴിയാത്ത അടിസ്ഥാന വർഗത്തിൻ്റെ ഇഴഞ്ഞു നീങ്ങുന്ന ജീവിതമാണ് ഇവിടെ അനാവൃതമാകുന്നത്. ആ വണ്ടിക്കൈയുടെ അറ്റത്ത് മാനുഷാകാരം പൂണ്ട് ഒരു വണ്ടിക്കാള കൂനിക്കൂടിയിരിക്കുന്നു. നിവർന്നിരിക്കാൻ കഴിയാത്ത അധ്വാന വർഗത്തിൻ്റെ ദൈന്യമാണ് ഇവിടെ വെളിവാക്കുന്നത്. കാളവണ്ടിയുടെ ജീവിതഭാരമാകുന്ന നുകം തോളിൽ പേറുകയാൽ വണ്ടിക്കാളയുടെയും തോള് കുഞ്ഞു പോയി. കാലാകാലങ്ങളായി ഭാരവും പേറി വേച്ച് നടപ്പാണ് രണ്ടു കൂട്ടരും. കാലത്തിൻ്റെ കരാളമായ പാതകൾ താണ്ടി കാലുകൾ തേഞ്ഞു പോയിരിക്കുന്നു. കാള ഒരേ സമയം മനുഷ്യാവസ്ഥയെയും തണ്ടുവലിക്കുന്ന കാള എന്ന മൃഗത്തെയും സൂചിപ്പിക്കുന്നു. കാളവണ്ടിയുടെ ഭാരത്താൽ കണ്ണുനീർ പൊഴിച്ച് കാളയുടെ കണ്ണുകൾ നിർജീവമായി പോയതുപോലെ ദുർവിധിയുടെ സങ്കടക്കടൽ കുടിച്ച് വണ്ടിക്കാളയുടെയും കണ്ണുകളും നിർജീവവും നിർവികാരവുമായിപ്പോയി. നിരന്തരമായ പ്രഹരം ഏൽക്കുകയാൽ കാളയുടെ ദേഹത്തും വണ്ടിക്കാളയുടെ കരങ്ങളിലും പുണ്ണുകൾ പിടിച്ചു. മർദ്ദിത വർഗത്തെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. തൊഴിലാളി വർഗം എല്ലാ കാലത്തും അടിയാള വർഗമായി തന്നെ മണ്ണടിഞ്ഞ് ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മൾ കാളകൾ എന്ന പാഠഭാഗത്തിലെ വണ്ടിക്കാളയും കാളക്കാരനെയും ഒരേ രീതിയിലാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേരുടെയും ജീവിതം ഒരേപോലെ തന്നെയാണ്. ജീവിതത്തിൻ്റെ ഭാരം പേറി വണ്ടിക്കാളയും കാളക്കാരനും കൂനിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബഷീറിൻ്റെ പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. ലോകവന്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം, ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ഗാന്ധിജിയോടുള്ള ബഹുമാനം ബഷീറിൻ്റെ ജീവിതാവബോധത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം വിശദമാക്കുക. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയെ കാണാൻ പോയ അനുഭവം ബഷീർ ഓർക്കുകയാണിവിടെ. അവിടെ വെച്ച് ഗാന്ധിയെ തൊട്ട് ജന്മസാഫല്യം അടിഞ്ഞതിനെക്കുറിച്ച് ബഷീർ ഓർക്കുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഗാന്ധിജിയെ കാണാൻ പോയ ഒരു അനുഭവമാണ് ഈ പാഠഭാഗത്തിൽ ബഷീർ ഓർക്കുന്നത്. അവിടെ വെച്ച് ഗാന്ധിജിയെ തൊട്ടു. ഗാന്ധിജിയെ തൊടുക എന്നത് ബഷീറിൻ്റെ ജന്മസാഫല്യമാണ്. സ്കൂളിൽ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബഷീർ ഖദർ തരിച്ചു തുടങ്ങി. അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ചിഹ്നമായിരുന്നു ഖദർ. ഗാന്ധിജിയോടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടും ആഭിമുഖ്യം തോന്നിയ ബഷീർ പഠനം ഉപേക്ഷിച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് പോയി. തുടർന്ന് അറസ്റ്റും ജയിൽവാസവും അനുഭവിച്ചു. പെറ്റമ്മയെയും മാതൃഭൂമിയെയും ഒന്നായി കാണാനും ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് ചിന്തിക്കാനും ബഷീറിനെ പ്രേരിപ്പിച്ചത് ഗാന്ധിജിയോടുള്ള ബഹുമാനമാണ്. അപ്പോൾ ഗാന്ധിജിയോടുള്ള ബഹുമാനം കാരണമാണ് ബഷീർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തത്, അറസ്റ്റ് കൈവരിച്ചത്, പിന്നെ ഖാദി ഇടാൻ തുടങ്ങിയത് ഒക്കെ ഗാന്ധിജിയോടുള്ള ആ സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്വന്തം പെറ്റ അമ്മയെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് മാതൃഭൂമിയെയും ഭാരതത്തെ അദ്ദേഹം കണ്ടത്. അതൊക്കെ എന്താണ്? ആ ഗാന്ധിജിയോടുള്ള ആരാധന മൂലമാണ്. ഇനി നമുക്ക് കണ്ണമ്മയുടെ കുപ്പിവളകൾ എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം.
കണ്ണമ്മയ്ക്ക് കുപ്പിവളകൾ സമ്മാനിച്ച റോസിയുടെ പ്രവൃത്തിയെ എങ്ങനെ വിലയിരുത്താം? ഒരു വിലയിരുത്തക്കുറിപ്പ് എഴുതാനാണ്. അനാഥാലയത്തിലെത്തിയ അതിഥിയുടെ മകളാണ് റോസി. സ്നേഹം, ദയ, അനുതാപം എന്നിവയെല്ലാം അവളിൽ കാണാം. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണമ്മ അനുഭവിക്കുന്ന വിഷമതകൾ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നു. കണ്ണമ്മ സ്നേഹവും പരിഗണനവും അർഹിക്കുന്നവളാണെന്ന തിരിച്ചറിവ് റോസിക്കുണ്ട്. തന്നെ പോലെ മറ്റുള്ളവരും സന്തോഷിച്ചു കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. തനിക്കുള്ളത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പങ്കുവെക്കാനുള്ള മനസ്സ് അവൾക്കുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുപ്പിവളകൾ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. അന്ധയായ കണ്ണമ്മയ്ക്ക് കുപ്പിവളകളുടെ വർണ്ണം തിരിച്ചറിയാൻ കഴിയില്ല. കുപ്പിവളകളുടെ നിറമൊന്നും തിരിച്ചറിയാൻ കണ്ണമ്മയ്ക്ക് കഴിയില്ല. അവൾ ലോകത്തെ അറിയുന്നത് ശബ്ദങ്ങളിലൂടെയാണ്. കുപ്പിവളകൾ അവളിൽ സന്തോഷം നിറയ്ക്കുന്നു. കുപ്പിവളകളുടെ കിലുക്കം അവളുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെ നാദമായി മാറുന്നു. കുപ്പിവളക്ക് ഒരു ന്യൂനതയുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. കണ്ണമ്മയുടെ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയെയും കുപ്പിവളകൾ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. കണ്ണമ്മ എന്ന പേര് കഥാപാത്രത്തിന് എത്രമാത്രം യോജിക്കുന്നു വിലയിരുത്തുക. കുപ്പിവളകൾ എന്ന കഥയിലെ അന്ധയായ കഥാപാത്രത്തിന് കഥാകാരി നൽകിയ പേരാണ് കണ്ണമ്മ. നാം ലോകത്തെ കൂടുതൽ അറിയുന്നത് കണ്ണുകളിലൂടെയാണ്. അന്ധയായ കണ്ണമ്മയ്ക്ക് കാഴ്ചയുടെ ലോകം അന്യമാണ്. ശബ്ദങ്ങളുടെയും സ്പർശനങ്ങളുടെയും ലോകത്തെ അറിയുന്ന പെൺകുട്ടിയാണ് കണ്ണമ്മ. ആളുകളുടെ സഹതാപവും സ്നേഹവും എല്ലാം അവൾ അതിലൂടെ തിരിച്ചറിയുന്നു. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണിൻ്റെ കാഴ്ചയാൽ എല്ലാം മനസ്സിലാക്കുന്ന കഥാപാത്രത്തിന് കണ്ണമ്മ എന്ന പേര് തികച്ചും അനുയോജ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ലോകത്തെ കാണുന്നത് എങ്ങനെയാണ്? കണ്ണുകളിലൂടെയാണ്. പക്ഷേ കണ്ണ് കാണാത്ത കണ്ണമ്മയ്ക്ക് കാഴ്ചയുടെ ലോകം ഇല്ല, ഒന്നും കാണുന്നില്ല. പക്ഷേ അവൾ ആ സ്പർശനങ്ങളുടെയും ശബ്ദത്തിലൂടെയാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവളുടെ ഉൾക്കണ്ണിൻ്റെ കാഴ്ചയെല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവളുടെ പേര് കണ്ണമ്മ എന്നിട്ടത്. ഇനി നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ നോക്കാം. കണ്ണമ്മ അന്ധയും അനാഥയുമായ പെൺകുട്ടിയാണ്. ശബ്ദത്തിലൂടെയും സ്പർശനത്തിലൂടെയും ലോകത്തെ തിരിച്ചറിയുന്നു. തൻ്റെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുകയാണ്. അനാഥാലയത്തിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലും അവഗണനലും പ്രദർശന വസ്തുവാക്കുന്നതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ണമ്മയ്ക്കുള്ളത്. ഇനി നമുക്ക് റോസിയെക്കുറിച്ച് കുറച്ച് സവിശേഷതകൾ പരിചയപ്പെടാം. കണ്ണമ്മയോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന അനാഥാലയത്തിലെ അന്തേവാസിയാണ്. കണ്ണമ്മയുടെ പരിമിതികൾ മനസ്സിലാക്കി അവളെ അംഗീകരിക്കുന്നു. അറിയാതെയാണെങ്കിലും ബ്രെയിൽ ലിപിയുടെ പാഠങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കണ്ണമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. കൂടുതൽ പരിഗണന അർഹിക്കുന്ന കുട്ടിയാണ് കണ്ണമ്മ എന്ന തിരിച്ചറിവ് ഈ കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ കേരള പാഠാവലിയിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ അടങ്ങുന്ന ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്